ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു, എവരിബഡി ഈസ് ജീനിയസ്. യെസ്, നമ്മളെല്ലാവരും ജീനിയസാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാം. നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യമാണ് സിലബസ്. ഓരോ പരീക്ഷയ്ക്കും ഓരോ സിലബസാണ് PSC നമുക്ക് തന്നിട്ടുള്ളത്. LDCക്ക് വേറെ, LGSന് വേറെ, ഡിഗ്രി ലെവല്, പ്രിലിംസിന്, മെയിൻസിന് എല്ലാം ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള സിലബസ് കറക്റ്റ് നമ്മൾ മനസ്സിലായിരിക്കണം. ആ സിലബസിന് എത്രയും പെട്ടെന്ന് പഠിച്ച് തീർത്ത് റിവിഷൻ ചെയ്യാനുള്ള മുൻകരുതലുകളും നമ്മൾ ചെയ്യണം. എന്നെങ്കിൽ ഒരു എക്സാമിന് നമുക്ക് നല്ലൊരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സിലബസ് പെട്ടെന്ന് തീർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ്. സിലബസ് പെട്ടെന്ന് തീർക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു ഡേറ്റ് വന്നു, നമ്മൾ പഠിച്ചു തീർന്നിട്ടില്ല, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ ആ സ്ട്രെസ്സ് മാറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ നമ്മൾ പാതി ജയിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് മനസ്സിൽ കയറില്ല, ഇങ്ങനെ വെറുതെ വായിച്ച് പോണ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ്സ് മാറ്റി വെച്ചാൽ നമുക്ക് ആവലാതിപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ്സ് മാറ്റി വെച്ചാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, ഹാപ്പി ആയിട്ട് പഠിക്കാം. ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ ഇന്നൊരു 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വായിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ 100% എഫേർട്ടും ഇന്നത്തെ ദിവസത്തിലിടാം. പിന്നെ റിസൾട്ട് ഉറപ്പായിട്ടും നമുക്ക് സാധകമായിട്ട് തന്നെ വരും. നമ്മളിടുന്ന എഫേർട്ടിനാണ് നമുക്ക് റിസൾട്ട്. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇടാതെ നമ്മളെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ സ്ട്രെസ്സ് ചെയ്യാതെ ഹാപ്പി ആയിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫോക്കസാണ്. ഫോക്കസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തിലും ജയിക്കാൻ പറ്റുള്ളൂ. പഠിത്തത്തിൽ മാത്രമല്ല, ഫോക്കസ് നമുക്ക് എല്ലാ കാര്യത്തിലും വേണം. ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുകയാണെന്നുള്ള ബോധ്യം കൂടി നമുക്കുണ്ടാവില്ല. വെറുതെ ജസ്റ്റ് തേക്കിന് എന്നാൽ നമ്മൾ വേറെ എവിടെയൊക്കെയോ ആയിരിക്കും ആ സമയത്ത്. പലരുടെയും പഠിത്തത്തിലും തന്നെയാണ്. നമ്മൾ വെറുതെ വായിച്ചു പോകും, പിന്നെ ആലോചിക്കുക ഞാനിപ്പോൾ എന്തേ പഠിച്ചത്, അങ്ങനെ. സോ ഫോക്കസ് ഉണ്ടാവുക, നമ്മൾ പഠിച്ചതിൽ കറക്റ്റ് ഫോക്കസ് ഉണ്ടായിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുന്നതിന് മുന്നേ ഒരു 3 ബ്രീത്ത് എടുക്കുക. നട്ടിൽ നിവർത്തി വെച്ചിട്ട് 3 ബ്രീത്ത് എടുക്കുക. മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യുക, അത് ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ടത് വായിലൂടെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ ചെയ്തതിന് ശേഷം പഠിക്കാൻ സെറ്റായിട്ട് ഇരുന്നതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാൻ. എന്നിട്ടൊന്ന് പഠിച്ചു നോക്കൂ, ഒരു 25 മിനിറ്റ് അലാറം വെച്ചിട്ട്. കറക്റ്റ് നിങ്ങൾക്കത് മാക്സിമം എത്രയാണ് അറ്റൻഷൻ സ്പാൻ വരുന്നത്, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വെക്കാം. ആ 15 മിനിറ്റ് കറക്റ്റ് പഠിക്കാൻ പറ്റും. പഠിച്ചത് നല്ല കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബി ഫോക്കസ്ഡ്, എപ്പോഴും ഫോക്കസ് ആയിരിക്കുക. ഫോക്കസ് ഇല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമില്ല. ഫോക്കസ് ഈസ് ദ മെയിൻ കീ. അപ്പോൾ ജസ്റ്റ് ബി ഫോക്കസ്ഡ്. പിന്നെ സിലബസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്, അൺഇമ്പോർട്ടൻ്റ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് LDക്ക് വരുന്നത് ഇംഗ്ലീഷും മലയാളം മാത്സ്. ഇതിൽ ആ 30 മാർക്ക് വാങ്ങാൻ പണിയൊന്നുമില്ല. നമ്മളൊന്ന് മെനക്കെട്ടാൽ കറക്റ്റായിട്ട് നമുക്കത് ആ 30 മാർക്കിൽ എന്തായാലും ഒരു 25 to 27 എന്തായാലും വാങ്ങാം. ആ ഭാഗങ്ങളൊക്കെ കൂടുതൽ എഫേർട്ട് കൊടുത്ത് പഠിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രധാന നിയമങ്ങളും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കേരള ഭരണരംഗവും. അതിൽ നിന്നും നല്ലൊരു മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. അത് കറക്റ്റ് പഠിച്ചാലേ നമുക്ക് ആ 5 മാർക്കും കംപ്ലീറ്റ് നമുക്ക് നേടാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എക്സ്ട്രാ ഒരു ടൈം കൊടുത്തിട്ട് അത് മെയിൻ ഫോക്കസായിട്ട് വെച്ചിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്രീവിയസോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ മാർക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആവും. പിന്നെ SCRT ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റ് പഠിക്കാം. അതിനുശേഷം ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ പോയാൽ മതി. വേൾഡും ഇന്ത്യയും കേരളം ഒക്കെ എത്ര പോരെയാണ് കിടക്കുന്നത്, അതൊക്കെ പഠിക്കുന്നതിനെക്കാട്ടി മുന്നേ ഇത് കംപ്ലീറ്റ് ആക്കി വെച്ചാൽ ഏറ്റവും സേഫായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കണമെന്ന് പറയാം.
അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വായിക്കണം ആ ഒരു മൂഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൽ ഡിയിൽ നല്ലൊരു റാങ്ക് നേടാൻ ഒരിക്കലും പറ്റില്ല. സോ സിലബസിനെ ഡിവൈഡ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് നോക്കി പഠിക്കുക. അതിനുശേഷം അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ടൈം ഉണ്ടാകുമ്പോൾ കറക്റ്റ് പഠിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് 3 കറക്റ്റ് കംപ്ലീറ്റ് പഠിച്ചിരിക്കും എന്നുള്ള ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യാം. അത് ഇപ്പോൾ ഒരു അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരു വാക്ക് പോലെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോ വാക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ അത് ശരിയാക്കാം, അത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാവണം. അത് നമ്മളെ മെയിനായിട്ടുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതോടെ തന്നെ നമുക്കൊരു നല്ല ചേഞ്ച് വരും. ദെൻ റിവിഷൻ ഈസ് ദ മെയിൻ കീ ഫോർ ദ സക്സസ്. ഇപ്പോൾ റിവിഷൻ ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. റിവിഷൻ ചെയ്യാതെ നമുക്കൊരു കാര്യവും നടക്കില്ല. ഇപ്പോൾ ഞാൻ ചെയ്യാറ്, ഒരു ദിവസം എന്താണോ പഠിക്കുന്നത് അത് അന്ന് രാത്രി എന്തായാലും റിവൈസ് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് അത് മാക്സിമം വായിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി അത് വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഡെയിലി പഠിക്കുന്നത് വായിച്ചാൽ അത്രയും നല്ലത്. പിന്നെ വീക്കിലി ഒരു റിവിഷൻ കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്കൊരു ഉള്ളിൽ നിന്നുള്ളൊരു തീയാണ്. എത്ര നമ്മൾ മോട്ടിവേഷൻ സ്പീച്ചോ ഒന്നും കേട്ടിട്ട് കാര്യമില്ല. നമ്മളെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവും. അപ്പോഴേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കണമെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ആ ഒരു തീ ഉണ്ട്, അത് വർക്കൗട്ട് ആവണം. സോ ആ ഒരു തീ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അതിന് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടി ഉണ്ടാക്കിയെടുക്കുക. ഞാനിന്നിപ്പോൾ ഇതെനിക്ക് ഞാൻ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സും കാര്യങ്ങളും നോക്കി. അതിനുശേഷം കുറച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാറിൻ്റെ ഒരു ഇംഗ്ലീഷ് ഹബ്ബ് എന്നുള്ളൊരു ചാനലുണ്ട്, ആളുടെ ക്ലാസ് കേട്ട് അത് കഴിഞ്ഞിട്ട് അതേ സെയിം സാധനം ഞാൻ കുറച്ച് PQ പോലുള്ളത് അതൊന്ന് ചെയ്ത് നോക്കും. അങ്ങനെ ഇരുന്നൊന്ന് ചെയ്തത്. പിന്നെ മാത്സ് കുറച്ച് റിവിഷൻ ഉണ്ടായിരുന്നു, സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളായിരുന്നു, അതൊന്ന് ചെയ്ത് നോക്കി.